ഹരേ കൃഷ്ണ. എല്ലാവർക്കും ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട് മതിയായോ? കേട്ടിട്ട് നമ്മൾ കുറച്ച് ശ്ലോകങ്ങൾ ആത്മാവിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പം അത് എന്തായാലും അറിയേണ്ടത് തന്നെയാണ് അല്ലേ? വെറുതെ ഭഗവാൻ പറയില്ലല്ലോ അല്ലേ? എത്രയോ ശ്ലോകങ്ങളിൽ ആദ്യം തന്നെ നമുക്ക് ആത്മാവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ആ ലീലകളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് വേണം? ഭഗവാൻ പറഞ്ഞിരുന്ന ഈ തത്വങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ രാമായണ മാസമാണ് വരുന്നത്. രാമായണം നന്നായി കീർത്തിക്കാനറിയാം ഒരുപാട് പേർക്ക്, നല്ല ഈണത്തിലൊക്കെ ചെല്ലാനറിയാം. അതുപോലെ നാരായണീയ നന്നായിട്ട് ചെല്ലാനറിയാം. അപ്പം അങ്ങനെയൊക്കെ പോയിട്ടുള്ളവർ ഈ ഗീതാശാസ്ത്രം പഠിക്കുമ്പോൾ അവർക്ക് എന്താ പറയുക, ഇത് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് അറിയണില്ല. വെറുതെ പാരായണം ചെയ്ത് പോകുന്നതൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണെങ്കിലും കൂടിയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അവർ അതിലൂടെ പോകുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയണില്ല. അതിൻ്റെ ആ തത്വം ശരിക്കും മനസ്സിലാക്കുന്നില്ല. ഓരോ ലീലകൾക്കും പിന്നിലും ഈ ആത്മാവും പരമാത്മാവും ഭഗവാനെയും കുറിച്ചിട്ടുള്ള അതേ പറ്റിയിട്ട് അറിയുന്നില്ല. ജീവൻ എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം തന്നിട്ടുള്ളതെന്നും അതെങ്ങനെ പരിപൂർണമാക്കാന്നുള്ള അത് ഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈണത്തിൽ പാരായണം ചെയ്യുന്നുണ്ട്, കീർത്തിക്കുന്നുണ്ട്, നല്ല എല്ലാതും വലിയ ഭക്തരാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്താണ്, ഉത്കണ്ഠകളും ആകുലതകളുമായിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്. അപ്പം ഇതിനുള്ള പരിഹാരമാണ് നമുക്ക് ബേസ് എന്താണ് ഭഗവത്ഗീത. ഒരു ഒറ്റ ശ്ലോകം വെച്ചിട്ടല്ല, നമ്മൾ കണക്ട് ചെയ്തിട്ട് പഠിച്ചാലാണ് അതിൽ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ 12 അധ്യായത്തിലെ 13 തൊട്ടിട്ട് 31 വരെ ആത്മാവിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം അത്രയും പ്രാധാന്യമുണ്ട്. അപ്പം ഈ ആത്മാവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. ശരിക്കും ആത്മാവിനെ ഹത്യ ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മളിപ്പോൾ 22, 23 ശ്ലോകങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാം, ആത്മാവിനെ ഒന്നുകൊണ്ടും മുറിക്കുവാനോ കത്തിക്കാനോ അഗ്നിക്കിരയാക്കാനോ വെള്ളത്തിൽ കുതിർക്കാനോ കാറ്റിനോ ഒന്നിനെയും കൊണ്ടും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ആത്മഹത്യ എന്ന് പേര് വരാൻ കാരണം? സ്വയം ആത്മാവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹത്യ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്താണ്, സ്വയം ആത്മാവിനെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതേപോലെ ഉത്കണ്ഠ ആകുലതകൾ വരുമ്പോൾ രക്ഷപ്പെടണം അല്ലേ? എങ്ങനെയും ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്, സ്വയം ഇല്ലാണ്ടാക്കുന്നത്. അപ്പം ആ ഇല്ലാണ്ടാവുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആ ശരീരത്തിന് മാത്രമാണ് തൽക്കാലം ഒരു വിടുതൽ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ആൾക്കാർ. ഇതിൻ്റെ മഹത്വം അറിയുന്നില്ല. അതുകൊണ്ടാണ് അത്രയും മഹത്വമുള്ളത് കൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇത്രയും ശ്ലോകങ്ങളിൽ ആദ്യമേ തന്നെ ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നത്. ഓരോ ദിവസവും നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഈ ആത്മീയ അവബോധം വേണം. നമുക്ക് ആത്മീയ അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്, ശാരീരിക ബോധത്തിൽ മാത്രം ഇരിക്കണോണ്ടാണ് സ്വയം ഇല്ലാണ്ടാവുന്നത്. നമ്മളങ്ങനെ ഇല്ലാണ്ടാവേണ്ട ആൾക്കാരല്ല സ്വയം. അത്രയും മഹത്വമുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ മാഹാത്മ്യം ആത്മാവിനെ കുറിച്ചിട്ടും അതേപോലെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത, ഭഗവാനെ ഏതൊക്കെ തരത്തിൽ സാക്ഷാത്കരിക്കാൻ പറ്റും? ബ്രഹ്മമായിട്ടും പരമാത്മ രൂപത്തിലും ഭഗവാൻ എന്ന തരത്തിലും ഒരാൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. അപ്പം അതും നമ്മൾ മനസ്സിലാക്കും. നമ്മളെ കുറിച്ചിട്ടും ഭഗവാനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാണ്ട് എന്താണ് കാര്യം? എങ്ങനെ ഈ ആകുലതകളും മോഹങ്ങളും ശോകങ്ങളും ഒക്കെ ഇല്ലാണ്ടാവും? അപ്പം ഇതറിയാൻ വന്നിട്ടുള്ള നിങ്ങളാണ് ഏറ്റവും ഭാഗ്യവന്മാർ. നോക്കാം 22 വായിക്കാട്ടോ. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗ്രഹണാധീനരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ അന്യാനി സംയാതി നവാനി ദേഹി. എന്താണ് പറയണത്? പഴകിയ ഉടുപ്പുകൾ മാറ്റിയിട്ട് പുതിയ ഉടുപ്പുകൾ അണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു.
അപ്പൊ എന്താണ് മരണം എന്ന് പറഞ്ഞാല്? മരണത്തിനാണ് പറയണത്. ഈ ശരീരം എന്താണ്? ഒരു കുപ്പായം. ഈ ശരീരം കുപ്പായം എന്താണ്? പഴയതായ നമ്മൾ ഉപേക്ഷിക്കൂലേ, എന്നിട്ട് പുതിയ കുപ്പായം ഇടൂലേ. ആ പുതിയ കുപ്പായം ഇടുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവുന്നത്? പഴയത് കളയാൻ കുഴപ്പമുണ്ടാവും. അതേപോലെ എന്തിനാണ് മരണത്തിനെ പേടിക്കുന്നത്? മരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, പുതിയ ഉടുപ്പുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഭഗവാൻ പറഞ്ഞു എങ്ങോട്ടാണ്? അടുത്ത കുപ്പായം സ്വീകരിക്കുന്നു, പുതിയ കുപ്പായം, പുതിയ ശരീരത്തിലേക്ക് പോകുന്നു. അടുത്ത ശരീരത്തിലേക്ക് പോകുവാനുള്ള എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെന്നാണ് പറയുന്നത്. ഭഗവാൻ ആ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ചുള്ള ശരീരമാണ് കൊടുക്കുന്നത്. പരമാത്മ രൂപത്തിലെ എന്താണ്? ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ 2 കിളികൾ ഇരിക്കുന്ന പോലെയാണ്. ഒരു കിളി എങ്ങനെയാണ്? എല്ലാതും അതിലത്തെ ഫലങ്ങളും എല്ലാം ആസ്വദിക്കുന്നു. ഒരു കിളി നോക്കിയിരിക്കുന്നു, എല്ലാതും നോക്കിയിരിക്കും. അപ്പം അങ്ങനെ ആ കിളിയുടെ ആഗ്രഹങ്ങൾ എന്താണെന്നൊക്കെ ഭഗവാൻ അറിയാം. അതിനനുസരിച്ചാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അടുത്ത ശരീരം തന്നെ കിട്ടുന്നത്. മനസ്സിലായോ? ഒരു ശരീരം, ഒരു അടുത്ത കുപ്പായം കിട്ടണമെങ്കിൽ ഒരുപാട് സമയം ചിലവർക്ക് വേണ്ടി വരും, നല്ല ശരീരം കിട്ടണമെങ്കിൽ. അതായത് ആദ്യം തന്നെ മരണം കഴിഞ്ഞിടുമ്പോൾ യാതനാ ശരീരമാണ് കിട്ടുക. ആ ഭക്തന്മാരുടെ കാര്യമാണ്, ഭക്തന്മാരുടെ കാര്യമല്ല. ഭക്തന്മാർ അതേ പറ്റിയിട്ടൊന്നും ചിന്തിക്കേണ്ട. ഭഗവാന്റെ ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് അവരേത് പ്ലാറ്റ്ഫോമിലായി? ആത്മീയമായിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു. അതുകൊണ്ട് തന്നെ ആത്മീയ ശരീരത്തിലേക്ക് തന്നെയാണ് അവരുടെ യാത്ര ഉണ്ടാവും. ശരീരം ആത്മീയ ശരീരത്തിലേക്കാവും. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ അതിന് യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷെ നമുക്കിപ്പോൾ അറിയാനില്ല അതാണ് ശരി എന്ന് വിചാരിക്കുന്നു. ആ ആഗ്രഹങ്ങൾ നേടുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല പ്രയത്നങ്ങളിലും ഏർപ്പെടുന്നു. ഏതാണ് ശരിയായിട്ടുള്ള ആഗ്രഹം വേണ്ടത്? ഈ ജീവാത്മാവിനെ സ്വതന്ത്രമാക്കണം. നമ്മൾ സ്വാതന്ത്ര്യം എല്ലാവരും ഇച്ഛിക്കുന്നുണ്ട് അല്ലേ? നല്ല സ്വതന്ത്രമായിട്ട് നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ലാണ്ട് എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. ഏതിനാണ് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്? ഈ ആത്മാവിനാണ് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്. അത് മരണശേഷം കിട്ടണ സാധനമല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവിന് എന്ത് കൊടുക്കണം? ഈ ശരീരം, അതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അടുത്ത ജന്മത്തിലേക്കുള്ള പ്രയത്നം, തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തുന്നത്. ഏത് ശരീരത്തിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ ഏറ്റവും ഉചിതമായ സമയത്താണ്. കലിയുഗത്തിലെ ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പം ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തുക, ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹം വേണ്ടത്. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചു പോയത്? മറന്നുപോയി. ആർക്കാണ് സേവ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മറന്നുപോയി. അങ്ങനെ ഈ ജന്മങ്ങൾ ഇങ്ങനെ മാറി മാറി ഓരോ ഉപായങ്ങളും പുതിയത് ഇട്ട് വരുമ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയുന്നു. ഓരോ ശരീരം കിട്ടുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. പുതിയ ശരീരം കിട്ടുകയാണല്ലോ, പുതിയ കുപ്പായം ഇടുമ്പോൾ അതാണ്. പക്ഷേ എന്താണ് വേണ്ടത്? ഏത് ശരീരമാണ് വേണ്ടത്? ആത്മീയ ശരീരം. അപ്പോൾ ആ ആത്മാവിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ വീണ്ടും വീണ്ടും പലതരത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. നാശം സംഭവിക്കുന്നില്ലേ? വാർദ്ധക്യം വന്നിട്ട്, ജരാവ്യാധികളൊക്കെ വന്നിട്ട് നാശം സംഭവിക്കും. അതാണ് ശരീരത്തിൻ്റെ, അത് അത്രയേ ഉള്ളൂ. തൽക്കാലത്തേക്ക് എല്ലാ സുഖവും, ഇപ്പം നമ്മൾ ഈ പറയണ സുഖവും സ്വാതന്ത്ര്യവും എല്ലാതും ഇവിടെ തൽക്കാലം മാത്രമുള്ളൂ. കുറച്ച് സ്വാതന്ത്ര്യം മാത്രമുള്ളൂ എല്ലാവർക്കും ഇവിടെ കിട്ടുന്നത്. പക്ഷെ നമ്മളാണെങ്കിൽ ഫുൾ സ്വാതന്ത്ര്യരാണെന്ന് പറഞ്ഞിട്ട് നടക്കണം. വളരെ കുറച്ച് സ്വാതന്ത്ര്യം. ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം എവിടെയാണ്? ഭഗവാന്റെ ലോകത്താണ് ശരിയായ സ്വാതന്ത്ര്യം. അർജുനൻ എങ്ങനെയാണോ ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിച്ചത്, അതേപോലെ മരക്കൊമ്പിലിരിക്കുന്ന ആ കിളി മറ്റേ കിളീനെ എന്ത് വേണം? സമീപിക്കണം. എപ്പോഴാണോ ഇത്രയും നാളും സ്വയം ഫലങ്ങൾ ആസ്വദിച്ച് സ്വയം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം ആ കിളി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു.
തൊട്ടടുത്തുള്ള കിളീനെ കാണുന്നില്ല. അതാണ് ഹൃദയത്തിൽ ആരുണ്ട് കൂടെ? പരമാത്മ രൂപത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ആ കിളിയിലേക്ക് യാതൊരു ശ്രദ്ധയില്ല, കളിച്ചു നടക്കുന്നു. ഫലങ്ങളും എല്ലാതും നമ്മൾ തന്നെ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം, ആസ്വദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ പറയണത് അപ്പൊ അങ്ങനെ നമ്മൾ മറന്ന് ജീവിക്കും. ആ നേരത്ത് ഒരു സമയത്ത് തോന്നുകയാണ്, നമുക്കൊക്കെ ഇപ്പൊ അങ്ങനെയാണല്ലോ തോന്നിയത്. ഇങ്ങനെ ഒരു ഭഗവാനിലേക്ക് ഒരു ശ്രദ്ധ എപ്പോഴാണ് സമീപിക്കണം? ഇപ്പൊ അർജുനൻ സമീപിച്ചു അല്ലെ, ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിച്ച് ശരണം പ്രാപിച്ച പോലെ അങ്ങനെ ഒരു ജീവൻ സമീപിക്കുമ്പോൾ, ആ കിളി സമീപിക്കുമ്പോൾ അന്ന് ആ കിളിക്ക് എന്തായി? മോചനം കിട്ടി. ഇപ്പൊ നമ്മള് ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഇപ്പൊ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്നു, കൃഷ്ണനെ കുറിച്ചിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. ആദ്യത്തെ വേണ്ടത് എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അങ്ങനെ നമ്മൾ ഭക്തിയുത ഭഗവത് സേവനം ശ്രീകൃഷ്ണന് വേണ്ടി ചെയ്തു തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മോചനം കിട്ടുന്നു. ഭഗവാനൊന്ന് സമീപിച്ചാൽ മതി, ഒന്ന് നോക്കിയാൽ മതി, കുറച്ചൊന്ന് ഭഗവാന് വേണ്ടി ചെയ്തു തുടങ്ങിയാലാണ് ഈ കിളിക്ക് എന്ത് സംഭവിക്കുക? മോചനം, ശരിയായ മോചനം അപ്പോഴാണ് കിട്ടുന്നത്. കൃഷ്ണനെ കുറിച്ചിട്ട് ഒരാൾ ശ്രമിക്കുന്നത്, കൃഷ്ണന്റെ മഹത്വങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്, അതോടുകൂടിയിട്ട് എന്ത് സംഭവിക്കുന്നു? എല്ലാവരുടെയും എല്ലാ ശോകവിലാപങ്ങളും ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സവേ പുംസ പരോധർമ്മം യഥോ ഭക്തി രഥോഷജേ അഭൈതുക അപ്രതിഹത ഏയാത്മ സുപ്രസിദ്ധതി എന്ന് പറയുന്നത്. പരമമായ ധർമ്മം നമ്മൾ ചെയ്തിട്ടില്ല. സനാതനമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടിയിട്ടുള്ള പരമമായ ധർമ്മം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ മറന്ന് ചെയ്യുക. അതല്ല, ഭഗവാനെ മറന്ന് ജീവിച്ചത് കൊണ്ടാണ് എല്ലാ ആകുലതകളും ദുഃഖങ്ങളും. എന്നാണോ നമ്മൾ ഇതൊക്കെ അറിയാൻ, കൃഷ്ണനെ അറിയാൻ പഠിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ തന്നെ എന്തായി? നമ്മൾക്ക് അപ്പോഴാണ് ഈ ആത്മാവിന് ശരിയായിട്ടുള്ള ലിബറേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ശൃണ്ണതാം സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന, പുണ്യശ്രവണങ്ങളാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതാണ് ഏറ്റവും ജീവനെ, ആത്മാവിനെ അതാണ് ആവശ്യം. മരണം എന്ന് പറയുന്നത് അത്രയും നമ്മൾ സന്തോഷകരമായിട്ടിരിക്കണം. എങ്ങനെയാണ്? അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മളിരിക്കുന്നത് അല്ലേ. കൃഷ്ണനെ അറിയാൻ ശ്രമിക്കണു, കൃഷ്ണൻ്റെ നാമം ജപിക്കാൻ തുടങ്ങുന്നു, കൃഷ്ണൻ്റെ പ്രസാദം കഴിക്കാൻ തുടങ്ങുന്നു. നിരന്തരം കൃഷ്ണ ശ്രവണത്തിൽ, കൃഷ്ണ കർമ്മത്തിൽ നമ്മൾ വരും. ഇത് മൃത്യുലോകമാണ്. ഈ മൃത്യുലോകത്തിൽ നിന്ന് ഇനി എന്ത് വേണം? എവിടേക്ക് എത്തണം? മോചനം നമുക്ക് കിട്ടണം അല്ലേ. ശരിയായ മുക്തി എപ്പോഴാണ് കിട്ടുക? ഭഗവാന്റെ ഭക്തിയുത സേവനം. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് ഭക്തി? കൃഷ്ണന്റെ ഭക്തരെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? കൃഷ്ണന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി, കൃഷ്ണന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ഇത്രയും നാളും അതല്ലേ അതാണ് ഒരു കിളി എപ്പോഴും നമ്മളുടെ ഫലങ്ങൾ, കിളിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ. ഇനി അതല്ല വേണ്ടത്. ഇനി തൊട്ടടുത്തുള്ള കിളിക്ക് എന്താണ് ആവശ്യങ്ങൾ, ആ കിളീനെ തൃപ്തിയാക്കാൻ നോക്കുക. ഈ ശരീരത്തിൽ എന്താണ്? ഇന്ദ്രിയങ്ങളുണ്ട്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി അല്ലേ. ഇതൊക്കെ മരണശേഷം അവിടെ കിടക്കുന്നുണ്ട് ബോഡിയിൽ, പക്ഷെ അത് പ്രവർത്തിക്കുന്നില്ല. അപ്പം ആ ശരീരത്തിന്, ആ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഭഗവാനെ ഒരു വ്യക്തിയായിട്ട് കാണണം. ഭഗവാൻ എന്നതൊരു വ്യക്തിയെന്ന് ആർക്കും അംഗീകരിക്കാനും പ്രയാസമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവാനെ കാണുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ആരും അതാണ്ട് അംഗീകരിക്കാത്തത്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഈ കണ്ണുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന ആളല്ല. അവിടെ അർജുനന് വരെ ആ വിരാട് സ്വരൂപം കാണിക്കണമെങ്കിൽ എന്ത് കാണിച്ചു കൊടുത്തു? ദിവ്യ ചക്ഷു കാണിച്ചു കൊടുത്തു. അതേപോലെ നമുക്ക് യോഗ്യത വരുമ്പോൾ അത ശ്രീകൃഷ്ണ നാമാനി സേവോന്മുഖാഹി ജിഹോദ സ്വയമേവ സ്ഫുരത്തതേ. ശ്രീകൃഷ്ണനെ എങ്ങനെയാണ്? സേവ കൊണ്ട് മാത്രമാണ് ഭഗവാനെ നമുക്ക് സ്വയമേവ സ്ഫുരത്തതേ. ഭഗവാന്റെ കാരുണ്യം അനുഭവിക്കണം, ഭഗവാനെ അനുഭവിക്കാനും അത് കാണാനും അറിയാനും ഒക്കെ സേവ ചെയ്യണം നമ്മൾ. അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനം. ആ സേവനത്തിലേക്ക് വന്നാലാണ് ഈ പറയുന്ന കൃഷ്ണാനുഭവങ്ങൾ ശരിക്കുണ്ടാവും.
അതാണ് സ്വയമേവ സ്ഫുരിത്തതേ, യാതൊരു സംശയം വേണ്ട. അപ്പം അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു വ്യക്തിയാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുക? ഒരു ഭക്തന് മാത്രം. ഭക്തിയാമാം അഭിജായതേ, ഭക്തി കൊണ്ട് മാത്രമാണ് എന്നെ അറിയാൻ പറ്റുള്ളൂ. ഈ സേവനം, ഭക്തി എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല സേവനം. അത് ഏറ്റവും പ്രാധാന്യം എന്താണ്? നാവ് കൊണ്ടാണ് ആദ്യം സേവനം ചെയ്യുന്നത്. നാമം ജപിക്കുക, നന്നായിട്ട് ഭഗവാനെ കീർത്തിക്കുക. ഇപ്പം നമുക്കറിയാം ഏതാണ് ഈ കലിയുഗത്തിൽ ചെയ്യേണ്ട ധർമ്മം. യുഗധർമ്മം തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെയായിട്ട് കരഞ്ഞു വിളിക്കുക. ഒരു കുട്ടിയെ എങ്ങനെയാണോ ആ അമ്മേനെ വിളിക്കുന്നത് അതേപോലെ വിളിക്കുക. ഹരിനാമ ജപാണ് ഈ കലിയുഗത്തിൽ തന്നിട്ടുള്ളത്. അപ്പം ഈ ഹരിനാമം കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുക, അതുപോലെ തന്നെ ഭഗവാന്റെ പ്രസാദം കഴിക്കുക. ഭഗവാന്റെ പ്രസാദം ഈ നാമം ഉണ്ടായാൽ തന്നെ നമുക്ക് ഈ കലിയുഗത്തിൽ നിന്ന് ഈ കലിദോഷ നിധേ രാജൻ അസ്തി ഏകോ മഹാൻ ഗുണാൻ. ഏതാണ് ഗുണമുള്ളത്? ഒരേ ഒരു ഗുണമാണ് ഭഗവാന്റെ നാമജപം. കലിദോഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം ഹരിയുടെ നാമം. അപ്പോൾ നമ്മൾ ഭക്തന്മാർക്ക് മാത്രമാണ് ഭഗവാനെ രൂപം അംഗീകരിക്കുള്ളൂ. രൂപമില്ല എന്ന് പറയണ ഒരുപാട് ആത്മീയ പാതയിലുള്ളവരുണ്ട്. മനസ്സിലായി? ആത്മീയ പാതയിലുള്ളവർ എന്താണ് അതാണ് പറയുന്നത്? ഭഗവാനെ ബ്രഹ്മമായിട്ട് കാണുന്നവരുണ്ട്. ഓക്കെ, ഭഗവാന് ബ്രഹ്മമായിട്ടിരിക്കാനും പറ്റും. പരമാത്മ രൂപത്തിൽ എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കാനും പറ്റും. എന്തു പറ്റി? നൈനം ചിന്തന്തി ശാസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യോപാജ്ഞ ശോഷയതി മാരുത. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിനെ നനയ്ക്കാനോ കാറ്റിനെ ശോഷിപ്പിക്കാനോ കഴിയില്ല. അപ്പൊ എന്താണ്? ആത്മാവിനെ ഒന്നുകൊണ്ടും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്ന് ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണത്. മനസ്സിലാക്കുക അല്ലേ? ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആത്മഹത്യ പ്രവണത എല്ലാവരിലും ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അങ്ങനെയായിട്ട് ഇല്ലാണ്ടാക്കുന്നത്, ഒന്നുകൊണ്ടും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കുക. അതാണ് വലിയൊരു കാര്യമാണ് ആത്മാവിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ കിട്ടുന്നത്. അറിവില്ലാണ്ട് വളരെ നിസ്സാര കാര്യത്തിനാണ് ഈ ആത്മഹത്യ പ്രവണത നമ്മളിൽ അടിക്കുന്നത്. ആത്മാവിനെ ഒന്നുകൊണ്ടും ഹത്യ ചെയ്യാൻ പറ്റില്ല. മിഥ്യാഹങ്കാരം, ശരിയായിട്ടുള്ള അഹങ്കാരം എന്താണ് ഇനി വേണ്ടത്? ശരിയായിട്ടുള്ള അഹങ്കാരം ഞാൻ കൃഷ്ണൻ്റെയാണ്, എൻ്റെയാണ് കൃഷ്ണൻ എന്നുള്ള അതാണ് ശരിയായിട്ടുള്ള അഹങ്കാരം. ഇപ്പം മിഥ്യാഹങ്കാരം എന്താണ്? മിഥ്യാഹങ്കാരം ഇവിടെ ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണ്, ഇന്ന പദവിയാണ്, ഇന്ന മക്കളുടെ അമ്മയാണ്, അങ്ങനെയൊക്കെ പറയില്ലേ? അത് എൻ്റെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്. ഇനി ശരിയായിട്ടുള്ള അഹങ്കാരം എന്തായിട്ട് വരണം? ഞാൻ കൃഷ്ണൻ്റെയാണ്, എൻ്റെയാണ് കൃഷ്ണൻ എന്ന് പറയാനെന്ത്? അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ എത്തണം. അതിനെന്ത് വേണം? ഭഗവാനുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കണം. അതെങ്ങനെയാണ്? സത്സംഗത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ഭഗവാനുമായിട്ടുള്ള ബന്ധം എങ്ങനെ പുനഃസ്ഥാപിക്കുക, എന്തൊക്കെ ചെയ്താലാണ് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് നമുക്ക് സത്സംഗത്തിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഒരു കനലിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു ഒരു കട്ട പുറത്തേക്ക് പോയാൽ അത് വേഗം കെടില്ലേ? കരിക്കട്ട പോലെയാവൂല്ലേ? അതേപോലെയാണ് നമ്മൾ സത്സംഗത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ നമ്മൾ വേഗം മായയ്ക്ക് വിധേയരാകും. നമ്മളുടെ ആ ആത്മീയ സ്ഫുലിംഗം നമുക്ക് അറിയണില്ല. അതിൽ കൂടി എപ്പോഴും നിൽക്കണം. ഭഗവാനുമായിട്ടുള്ള സത്സംഗത്തിൽ കൂടി നിന്നിട്ട് വേണം നമുക്ക് ആത്മീയ അവബോധവും ഈശ്വരാനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി വരാൻ. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആർജിക്കുന്നുണ്ട്, അതാണ് സത്സംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അതാണ് ആത്മീയ അവബോധം നമ്മളിൽ എല്ലാവരും ഉണ്ട്. അതിനൊന്നും ഉണർത്തേ വേണ്ടുള്ളൂ. എല്ലാവരും മറന്നു പോയിട്ടിരിക്കുന്ന ജീവാത്മാക്കളാണ്. അതല്ല എല്ലാവരോടും ഈ കാരുണ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചൈതന്യ മഹാപ്രഭു വന്നിട്ടുള്ളത്. എല്ലാവർക്കും വിതരണം ചെയ്യണ്.
സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് 500 വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ട് ഈ വിതരണം ചെയ്യുന്ന എല്ലാവരും മറന്നുപോയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ പറയുന്നത്. ജപിച്ചവര് ഭാഗ്യവന്മാർ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിന് വല്ല പ്രാധാന്യം ഉണ്ടാ? ഇരുട്ട് പോയില്ലേ? എവിടെയാണോ കൃഷ്ണൻ വന്നത് അവിടെ പിന്നെ മായയ്ക്ക് അധികാരമില്ല. കൃഷ്ണ സൂര്യ സമ മായ ഹയ അന്ധകാര, മായ ഹയ അന്ധകാര. യാഹാം കൃഷ്ണ താഹാൻ നാഹി മായാക്ക അധികാര, താഹാൻ നാഹി മായാക്ക അധികാര. അപ്പൊ നിരന്തരം എപ്പോഴും ഭക്തസംഘത്തിലിരുന്നു കൊണ്ട് വേണം ഭക്തി ചെയ്യാൻ. ഭഗവാൻ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നമുക്കിതൊക്കെ തന്നു. ആത്മാവിനെ കുറിച്ചിട്ട് ഇത്രയും വിശദമായിട്ട് തരുന്ന ഒരു ഗ്രന്ഥമല്ല എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ തന്നെ ഈ സനാതനം എന്ന് പറയുന്ന സനാതന ധർമ്മം അനുഷ്ഠിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത ഒന്നിനെയാണ് നമ്മൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതായത് ആ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത്. ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ഒരു രാജാവ് ഭഗവാന്റെ ആ രാജാവ് എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനത്തിന് ഉപയോഗിച്ചു. ഏതാണത്? ആ രാജാവിന്റെ പേര് അംബരീഷ മഹാരാജ. സവൈ മനകൃഷ്ണ പാദാരവിന്ദയോർ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണന. അപ്പം അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ലോകം മുഴുവൻ ഭരിച്ചിരുന്ന രാജാവാണ് ആര്? അംബരീഷ മഹാരാജാവ്. രാജാവ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ സുഖലോലുപരായിട്ട് കഴിയുന്ന ആ രാജാവാണ് അല്ലേ. അപ്പോൾ അതിനെ എന്തായിട്ടാണ് കാണുന്നത്? വെറും കൽക്കഷ്ണല്ലേ, കല്ലിൻ്റെ കഷ്ണങ്ങൾ, കൽക്കഷ്ണം പോലെയാണ് ഇവിടെയുള്ള എല്ലാ ഭൗതിക വസ്തുക്കളെയും എല്ലാതും ആണ് കാണുന്നത്. യാതൊരു പ്രാധാന്യം കൊടുത്തില്ല. അങ്ങനെ എല്ലാതും എന്തിനുപയോഗിച്ചു? ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിച്ചു. ഭഗവാൻ സംരക്ഷണത്തിനായിട്ട് സുദർശന ചക്രത്തിനെയാണ് കൊടുത്തിട്ടുണ്ട്. ഭഗവാന്റെ സുദർശന ചക്രം എന്താണ് ചെയ്യുക? സംരക്ഷകനും അതേപോലെ ദുഷ്ടജനങ്ങളെ ഇല്ലാണ്ടാക്കാനും കഴിയും സുദർശന ചക്രത്തിന് അല്ലേ. അങ്ങനെ ദുർവാസ മഹർഷി വരികയാണ് ആരടുത്തേക്ക്? നമ്മുടെ അംബരീഷ മഹാരാജാവിൻ്റെ അടുത്തേക്ക്. ദ്വാദശി ദിവസമാണ് എത്തിയത്. ദ്വാദശി ദിവസം നമ്മുടെ അംബരീഷ മഹാരാജാവ് അത്രയും നെറിച്ചിലൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം പാരണ വീട്ടാണ്. ആ സമയമാകുമ്പോഴാണ് എത്തിപ്പെട്ടത്. അപ്പോൾ ദുർവാസ മഹർഷി എത്തിപ്പെട്ടത്. അങ്ങനെ ദുർവാസ മഹർഷി കുളിക്കാൻ സ്നാനം ചെയ്യാൻ പോയപ്പോൾ ഇവിടെ പാരണ വീട്ടേണ്ട സമയമായി. അപ്പോൾ ആ ഒരു കുറച്ച് നേരത്തെ വ്യത്യാസമുള്ള സമയം വീട്ടൻ്റെ കറക്റ്റ് സമയം ദുർവാസ മഹർഷിനെ കാണുന്നില്ല. അപ്പോൾ അവിടെ ബ്രാഹ്മണന്മാരോടൊക്കെ കൂടി ആലോചിച്ചിട്ട് കുറച്ച് വെള്ളം ആ നേരത്തെ പാരണ വീട്ടാന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നു. അത് മുനിക്ക് പിന്നെ ദിവ്യദൃഷ്ടിയിലെല്ലാം കാണാൻ പറ്റി. അങ്ങനെ ഭയങ്കര കോപം വന്ന് ദുർദേവതേനെ മുടിയിൽ നിന്ന് എടുത്തിട്ട് എറിയണം. ഒരു ദുർദേവതേനെ. ആ ദേവത അംബരീഷ മഹാരാജനെ ഇല്ലാണ്ടാക്കാനാണ് വരുന്നത്. അപ്പം എന്താ സംഭവിച്ചത്? ഭഗവാന്റെ സുദർശന ചക്രം ആ ദേവതനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നാലെ പോയി ദുർവാസ മഹർഷിയുടെ പിന്നാലെ. നല്ല ചൂടല്ലേ, സുദർശന ചക്രത്തിൻ്റെ ചൂട് സഹിക്കാൻ പറ്റാണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് ദുർവാസ മഹർഷി. ബ്രഹ്മലോകത്ത് പോയി, പിന്നെ മഹാദേവൻ്റെ അടുത്തേക്ക് പോയി, അവിടെയും രക്ഷയില്ല. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് പോയപ്പോൾ വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഭഗവാൻ പറഞ്ഞു, നമേ ഭക്ത പരാധീന, ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ എൻ്റെ ഭക്തന്മാരുടെ ദാസൻ്റെ ദാസനാണെന്നാണ് പറയുന്നത്. ഭഗവാൻ എന്താ പറയുന്നത്? ആ അംബരീഷ മഹാരാജാവിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ അഭയം പ്രാപിച്ചോളാൻ പറയുന്നു. അങ്ങനെ അതാണ് പറയുന്നത്, നമ്മൾ ഭക്തി ചെയ്തു തുടങ്ങിയാൽ ഭഗവാൻ അവരുടെ ദാസനായിട്ട് മാറും എന്നാണ് പറയുന്നത്. ആ ഭഗവാൻ ആ ഭക്തൻ്റെ അത്രയും സംരക്ഷണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ആ ഭക്തനോട് ആരെങ്കിലും അപരാധം ചെയ്താൽ
ഒരു ദേവന്മാർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അവിടെ നേരിട്ടിട്ട് ആ ഭക്തൻ്റെ അടുത്തേക്ക് തന്നെ നമ്മുടെ ദുർവാസാവ് മഹർഷി എത്തി എന്താണ് പാദ നമസ്കാരം ചെയ്ത് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ സുദർശന ചക്രം അപ്രത്യക്ഷമാകുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു കഥ കേൾക്കണ പോലെ കേട്ടു. പക്ഷെ അതിൽ നിന്ന് എന്താണ് മനസ്സിലാവാറുള്ളത്? നമുക്ക് ഒരു ഭക്തൻ്റെ പ്രാധാന്യം, ആ ഭക്തിയുടെ സേവനത്തിൻ്റെ മഹത്വം. അപ്പോൾ അവിടെ ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും എല്ലാ വസ്തുക്കളും എല്ലാ വ്യക്തികളും എല്ലാം എന്തായിട്ടാണ് ആര് കണ്ടത്? അംബരീഷ മഹാരാജാവ് വെറും കൽക്കഷണം പോലെ. അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ട് കഴിയണ ഭക്തന്മാര് എവിടെയാണ് ഇരിക്കുന്നത്? ഭഗവാന്റെ ഹൃദയത്തിലാണ്. ഭക്തന്മാർ എവിടെയാണ്? ഭഗവാന്റെ ഹൃദയത്തിൽ. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ആരാണ് ഇരിക്കുന്നത്? ഭഗവാനും. അപ്പം അതാണ് വേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഭക്തജനങ്ങളെ നമുക്ക് ഭാഗവതത്തിലൂടെ കാണാൻ പറ്റും. അപ്പം അതാണ് നിരന്തരം ഭഗവാനും ഭഗവാന്റെ ഭക്തരെയും കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ട് വേണം എന്തുണ്ടാക്കാൻ. നമുക്ക് ഈ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉത്കണ്ഠകളും മോഹങ്ങളും ആകുലതകളും എല്ലാം വളരെ തുച്ഛമാണെന്ന് മനസ്സിലാകും. അതിലൊന്നും യാതൊരു കഴമ്പില്ല. ആവശ്യമില്ലാത്തതിനെ ചൊല്ലിയിട്ടാണ് നമ്മൾ ഈ വിലപിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ.